ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഫേസിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. US ഇറാൻ കോൺഫ്ലിക്റ്റ് കാരണം മാർക്കറ്റ് ഇപ്പൊ ന്യൂസിലാണ്. അപ്പൊ കഴിഞ്ഞ ഒരു മാസത്തിൽ നിഫ്റ്റി 50 അറൌണ്ട് 8% ഇടിഞ്ഞു. അപ്പൊ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഇപ്പൊ ഒരു ഡിപ്പിൽ വാങ്ങണമെന്നാണ്. പക്ഷേ ഇവിടെ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിപ്പിൽ വാങ്ങാനായിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് വളരെ വലിയ ഡിപ്പിലാണ് ഉള്ളതെന്ന്. പക്ഷേ ഇവിടെ ഇപ്പം ലീഡിംഗ് സ്റ്റോക്സ് കണ്ടെത്താനുള്ള ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് റിലേറ്റീവ് സ്ട്രെങ്ത് നോക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ശ്രദ്ധ ഇപ്പോൾ വേണ്ടത് നിലവിൽ ഇടിയാത്ത അല്ലെങ്കിൽ ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് നിൽക്കുന്ന സ്റ്റോക്സ് അല്ലെങ്കിൽ സെക്ടേഴ്സിലേക്ക് നമ്മളിവിടെ ശ്രദ്ധിക്കണം. അപ്പം ഇത് നമുക്കൊരു ഹിസ്റ്റോറിക്കൽ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ കോവിഡിന്റെ സമയത്ത് ജാനുവരി ലാസ്റ്റോടെ സ്റ്റോക്സ് ഇടിയാൻ വേണ്ടി തുടങ്ങി. അതിൽ മാർച്ച് വരെ അത് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ സെയിം ടൈമിൽ ഈ ഒരു സെയിം പീരീഡിൽ നിഫ്റ്റി ഫാമിന്റെ പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കിയാൽ 8 മാസം എടുത്തു നിഫ്റ്റിക്ക് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട്. എന്നാൽ നമ്മൾ നിഫ്റ്റി ഫാം നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 3 ആഴ്ച കൊണ്ട് അവർ ബ്രേക്ക് ചെയ്തു. അതുപോലെ ഒരു സ്ട്രോങ് മൊമെന്റ് ഇവിടെ കാണിച്ചു. അപ്പം ഇൻഡെക്സ് അല്ലാതെ കോവിഡിന് ശേഷം ഇൻഡിവിജ്വൽ സ്റ്റോക്സ് നോക്കിയാൽ മൊമെന്റ് കാണിച്ച ഒന്നാണ് ഫാർമ API സ്റ്റോക്സ് ആണ്. 4 മുതൽ 5 ഇരട്ടി വരെ പോയി. ഇനിയിപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലായിടത്തും ഭയമാണ്. അതേ സമയത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ചില കമ്പനികൾ സ്റ്റോക്ക് പ്രൈസിൽ മൾട്ടിയെ ബ്രേക്ക്ഔട്ട്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഇന്ന് നമ്മുടെ സ്റ്റോക്സ് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വന്ന് ഡേറ്റ പാറ്റേൺസ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഒരു ബ്രേക്ക്ഔട്ട് ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ എല്ലാ ചാർട്ടും ഒരു പാറ്റേൺ ഫോളോ ചെയ്യും. അപ്പൊ ആദ്യ സ്റ്റോക്ക് 1819 സപ്പോർട്ട് എടുത്തു. പിന്നെ ഈ ഒരു ലെവലിലേക്ക് വന്നപ്പോൾ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് നൽകി. അതിൽ പെട്ടെന്ന് ആ ഒരു ലെവൽ വീണ്ടും ക്ലെയിം ചെയ്തു. അപ്പം ഈ ഒരു സെയിം പാറ്റേൺ 2370 ലെവലിൽ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തവണയും റീക്ലെയിം സംഭവിച്ചപ്പോൾ സ്ട്രോങ് വോളിയത്തോടെ ഒരു റാലി ഇവിടെ സംഭവിച്ചു. അപ്പൊ മൊമെന്റം ട്രേഡിംഗിൽ ഈ ഒരു ടൈറ്റനിങ് പ്രൈസ് ആക്ഷനെ പറയുന്നതാണ് VCP എന്നാണ്, അതായത് വോളറ്റിലിറ്റി കൺട്രാക്ഷൻ പാറ്റേൺ. അപ്പൊ ഈ ഒരു കേസിൽ സ്റ്റോക്കിന്റെ അപ് ഡൗൺ റേഞ്ച് അതുപോലെ തന്നെ വോളറ്റിലിറ്റി പതുക്കെ ഇവിടെ കുറയും. പുൾ ബാക്സ് ചെറുതായി, അതുപോലെ സപ്ലൈ ഇവിടെ ഡ്രൈ ആയി. അതുപോലെ ഇപ്പം ഈ ഒരു VCP സ്ട്രക്ചറിന് ശേഷം സ്റ്റോക്ക് ഫൈനലി ബ്രേക്ക്ഔട്ട് നൽകി. ഇപ്പൊ 2722 താഴെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ഇവിടെ ഇൻവാലിഡ് ആവും. ഇനി നമുക്ക് അവരുടെ ബിസിനസ് മോഡൽ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ കമ്പനി ഡിഫൻസ് അതുപോലെ എയറോസ്പേസ് ഇലക്ട്രോണിക്സ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇവരുടെ എല്ലാ വർക്കും അതായത് ഡിസൈൻ മുതൽ മാനുഫാക്ചറിങ് ഇൻഹൗസ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് അല്ലെങ്കിൽ ഡിഫൻസ് PSUs ലൈക്ക് ഇപ്പോൾ DRDO അവർക്ക് റിക്വയർമെന്റ്സ് നൽകും. അപ്പൊ ആ ഒരു റിക്വയർമെന്റ് അനുസരിച്ചാണ് കമ്പനി റഡാർ, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് അതുപോലെ എയർക്രാഫ്റ്റ് ഇലക്ട്രോണിക്സ് ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ മാനുഫാക്ചർ ചെയ്യുന്നതും. ഈ ഒരു ചാർട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ കസ്റ്റമർ വൈസ് റവന്യൂ ബ്രേക്കപ്പ് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് അവർ ഫൈനാൻഷ്യൽസ് നോക്കാം. ഇവിടെ കുറച്ച് ഇംപ്രസീവ് ട്രെൻഡ്സ് അതിൽ കുറച്ച് റെഡ് ഫ്ലാഗ്സ് കാണാം. 2021 ഫൈനാൻഷ്യൽ മുതൽ 2025 ഫൈനാൻഷ്യൽ വരെ സെയിൽസ് 3 ഇരട്ടി വളർന്നു. അതിൽ നെറ്റ് പ്രോഫിറ്റ് 4 ഇരട്ടി വരെ കൂടി. Q3 FY26 അവരുടെ റവന്യൂ ഇയർ ഓവർ ഇയർ 48% വളർന്ന് 173 കോടിയായി. നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 31% കൂടി 58 കോടിയായി. എന്നാൽ മാർജിൻ ഇവിടെ 38% 34% ഇടിഞ്ഞു. ഇനി നമുക്ക് കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. Q3 FY26 പ്രകാരം കമ്പനിക്ക് 1868 കോടിയുടെ ഓർഡർ ബുക്ക് ഉണ്ട്. അപ്പൊ ഇത് പ്രൊഡക്ഷൻ അതുപോലെ ഡെവലപ്മെന്റ് കോൺട്രാക്ട്സിൽ ഡൈവേഴ്സിഫൈഡ് ആണ്. അപ്പൊ ഈ ഒരു ഓർഡർ ബുക്ക് 2025 ഫൈനാൻഷ്യൽ റവന്യൂന്റെ 262% ആണ്. അപ്പൊ മാനേജ്മെന്റ് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് അടുത്ത 2 മുതൽ 3 വർഷത്തിൽ കമ്പനിയുടെ റവന്യൂ ടാർഗറ്റ് 20 മുതൽ 25% ആണെന്നുള്ളത്. ഇനി നമുക്ക് കമ്പനി സ്പെസിഫിക് റിസ്ക് നമുക്ക് മനസ്സിലാക്കാം. ഏതൊരു കമ്പനിക്കായാലും അവരുടെ നെറ്റ് പ്രോഫിറ്റ് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുക പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ക്യാഷ് ഫ്ലോനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പം ഡേറ്റ പാറ്റേൺസിന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിൽ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് 137 കോടിയാണ്. എന്നാൽ ഈ ഒരു സെയിം പീരീഡിലെ നെറ്റ് പ്രോഫിറ്റ് 678 കോടിയായിരുന്നു. അപ്പൊ ഈ ഒരു ബേസിസിൽ CFO ടു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഏകദേശം 20% ആണ്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടഡ് പ്രോഫിറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് റിയലൈസേഷൻ റിലേറ്റീവ്ലി വീക്ക് ആണെന്നാണ്. ഇനി നമുക്ക് വീക്ക് ക്യാഷ് റിയലൈസേഷന്റെ മെയിൻ റീസൺ എന്താണെന്നും കൂടി ഉള്ളത് മനസ്സിലാക്കാം. അപ്പൊ കമ്പനി മെയിൻ കസ്റ്റമർ ബേസ് ആയിട്ട് വരുന്നത് ഗവൺമെന്റ് എൻറ്റിറ്റീസ് ആണ്. അപ്പൊ ഇവിടെ പേയ്മെന്റ് സൈക്കിൾ സ്ട്രക്ചറലി ലോങ് ആണ്. അപ്പൊ ഇത് കാരണം റിസീവബിൾസ് കൂടുതലായിട്ട് ഇവിടെ നിന്നു. അപ്പൊ ഈ ഒരു ടേബിൾ നോക്കിയാലും ഇൻവെന്ററിയും റിസീവബിളും ടോട്ടൽ അസറ്റിൽ ഒരു മീനിങ് ഷെയർ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ റിസീവബിൾ അതുപോലെ ഇൻവെന്ററി ലെവൽ കൂടി നിൽക്കുമ്പോൾ അത് ക്യാഷ് കൺവേർഷൻ സൈക്കിളിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2025 ഫൈനാൻഷ്യലിൽ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 618 ദിവസമാണ്. അപ്പൊ ഇത് ക്യാപിറ്റൽ ലോക്ക് ആണ് കാണിക്കുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി വന്ന് കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് ആണ്. ജൂൺ 2022 മുതൽ ജൂലൈ 2024 വരെ സ്റ്റോക്ക് 10 ഇരട്ടി കൂടി. അതിനുശേഷം പ്രൈസിൽ ഏകദേശം 62% കറക്ഷൻ കണ്ടു. അതിനുശേഷം സ്റ്റോക്ക് 550 മുതൽ 580 റേഞ്ചിൽ സ്ട്രോങ് ബേസ് ഇവിടെ ഫോം ചെയ്തു. അതിനുശേഷം ഇവിടെ റാലി തുടങ്ങി. ഇപ്പൊ സ്റ്റോക്ക് അവരുടെ പ്രീവിയസ് ഓൾ ടൈം ഹൈയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ 1265 താഴെ പോയ ഈ ഒരു ട്രെൻഡ് ഇവിടെ ഇൻവാലിഡ് ആവും. പിന്നെ നമുക്ക് നോക്കാം കമ്പനി എന്താണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പവർ കട്ട് വന്നു എന്നുള്ള കാര്യം. അങ്ങനെയെങ്കിൽ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും നിൽക്കില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലും ഡേറ്റാ സെന്റേഴ്സ് ഫാക്ടറിയിലെല്ലാം തന്നെ ബാക്ക് ജനറേറ്റർ വെക്കുന്നത്. അപ്പൊ കമ്പനിയുടെ പവർ ബാക്ക് പ്രോബ്ലംസ് ഇവിടെ സോൾവ് ചെയ്യും. ഇപ്പോൾ ചെറിയ കടകൾ മുതൽ വലിയ ഫാക്ടറീസ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ
അപ്പൊ കമ്പനി ഫാമേഴ്സിനായിട്ട് പമ്പ് സെറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതായത് ഫീൽഡിലേക്ക് വെള്ളം നൽകുന്ന മോട്ടോഴ്സ്. അപ്പൊ ഇലക്ട്രിക്കും ഡീസലും രണ്ടും. അപ്പൊ എഞ്ചിൻ ഒരിക്കൽ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷത്തേക്ക് സർവീസിങ്ങും സ്പെയർ പാർട്സ് നൽകാനായിട്ട് അവർക്ക് സാധിക്കും. ഇവിടെ ഡേറ്റാ സെന്റേഴ്സിന്റെ ഡിമാൻഡ് നല്ലപോലെ കൂടുന്നുണ്ട്. അതുപോലെ അവർക്ക് വിശ്വസനീയമായ പവർ ബാക്ക് ആവശ്യമാണ്. അപ്പൊ ഇതിനായിട്ടുള്ള കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് ഒപ്റ്റിപ്രൈം. ഇനി നിങ്ങൾക്ക് ഇവിടെ അറിയത്തില്ലാത്ത ഒരു കാര്യമായിരിക്കും, അവർക്ക് ഇൻഹൗസ് NBFCs ഉണ്ട്, അതായത് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനി ആർക്ക ഫിൻക്യാപ്. അപ്പൊ ഇതുവഴി SMEs അതുപോലെ റീറ്റെയിൽ കസ്റ്റമേഴ്സിന് ലോൺ നൽകും. ഇപ്പൊ Q3 FY26 പ്രകാരം NBFC സെഗ്മെന്റ് അവരുടെ റവന്യൂലേക്ക് ഏകദേശം 12% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവരുടെ ഫൈനാൻഷ്യൽസിലേക്ക് പോകാം. 2021 മുതൽ 2025 ഫൈനാൻഷ്യൽ വരെ സെയിൽസ് ഓൾമോസ്റ്റ് ഇരട്ടിയായി, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 2 ഇരട്ടിയായി. ഇപ്പൊ പ്രോഫിറ്റ് സെയിൽസിനേക്കാളും വേഗത്തിൽ ഇവിടെ കൂടി. അതുപോലെ ഇതിന്റെ ഒരു മെയിൻ റീസൺ മാർജിൻ ആയിരുന്നു. ഇപ്പം ഇവിടെയുള്ള ഒരു വലിയ ചോദ്യം ഇതാണ്, എങ്ങനെയാണ് അവരുടെ പ്രോഫിറ്റ് മാർജിൻ പെട്ടെന്ന് ഒരു 10 മുതൽ 12% റേഞ്ചിൽ നിന്ന് 15 മുതൽ 19% റേഞ്ചിലേക്ക് കൂടിയത്? ഇതിന്റെ മെയിൻ കാരണം അവരുടെ പ്രൊഡക്റ്റ് മിക്സിലെ മാറ്റമാണ്. അപ്പൊ അവർ പ്രീമിയം ഹൈ ഹോഴ്സ് പവർ ജനറേറ്റേഴ്സ് കൊണ്ടുവന്നു. അതുപോലെ ഗവൺമെന്റ് സ്ട്രിക്ട് പൊല്യൂഷൻ കൺട്രോൾ നോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കമ്പനി ടെക്നോളജി ബേസ് CP CB IV+ കംപ്ലൈന്റ് ജനറേറ്റേഴ്സ് ലോഞ്ച് ചെയ്തുകൊണ്ട് ഈ ഒരു അവസരം അവർ മുതലെടുത്തു. ഇപ്പൊ Q3 FY26 അവരുടെ റവന്യൂ ഇയർ ഓവർ ഇയർ 29% വളർന്ന് 1873 കോടിയായി. അപ്പൊ അവരുടെ പവർ ജെൻ സെഗ്മെന്റ് 44% ഗ്രോത്ത് ഇവിടെ കാണിച്ചു. അപ്പൊ അതുപോലെ ഇവിടെ ഏറ്റവും വലിയ മാറ്റം വന്നത് അവരുടെ ഹൈ ഹോഴ്സ് പവർ സെഗ്മെന്റിൽ നിന്നാണ്. അപ്പൊ ഇത് 235% ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തത്. ഡയറക്ട്ലി വലിയ ഇൻഫ്രാസ്ട്രക്ചറും ഡേറ്റാ സെന്റർ ഡിമാൻഡും കാറ്റർ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ 2021 ഫൈനാൻഷ്യൽ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ഒരു വലിയൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് ബോറോയിങ്സ് ഇത്രയധികം ഇവിടെ കൂടിയേക്കുന്നുള്ള കാര്യം. അപ്പം എന്തുകൊണ്ടാണ് 2021 ഫൈനാൻഷ്യൽ തൊട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് തുടർച്ചയായിട്ട് ഇവിടെ നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്നത്? അപ്പൊ നമുക്കിത് ആദ്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. അപ്പൊ കമ്പനിക്ക് ഒരു NBFC സബ്സിഡറി ഉണ്ട്, ആർക്ക ഫിൻക്യാപ്. ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത് ബാങ്കുകളിൽ നിന്ന് ലോവർ റേറ്റിൽ ബോറോ ചെയ്യുക, എന്നിട്ട് ബിസിനസ്സിലേക്ക് വലിയ റേറ്റിൽ ലെൻഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ ആർക്ക ഒരു 100 കോടിയുടെ ലോൺ MSMEക്ക് കൊടുക്കുമ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് എന്ന ഹെഡിൽ ഈ ഒരു 100 കോടി ഔട്ട്ഫ്ലോ ആയിട്ട് കാണിക്കും. പക്ഷെ ഇതൊരു ലോസ് അല്ല, ഇത് അവരുടെ മെയിൻ ബിസിനസ് ആണ്. ഇപ്പൊ ഹാഫ് ഇയർ ഫൈനാൻഷ്യൽ 2026 ബോറോയിങ്സ് 5526 കോടി എത്തി. ഓൾമോസ്റ്റ് മൊത്തം എമൗണ്ടും ആർക്കയുടെ ലോൺ ബുക്ക് ഫണ്ട് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്തത്. ഇപ്പം നമ്മൾ കമ്പനിയുടെ സ്റ്റാൻഡ് ലോൺ ബാലൻസ് ഷീറ്റ് അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ബോറോയിങ്സ് 100 കോടിയുടെ താഴെയാണ്. അപ്പൊ ഇത് ബാലൻസ് ഷീറ്റിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ കംഫർട്ടബിൾ ആണ്. സെയിം ടൈമിൽ സ്റ്റാൻഡ് ലോൺ ലെവലിൽ കമ്പനിയുടെ CFO തുടർച്ചയായിട്ട് പോസിറ്റീവ് ആണ്. അതിൽ 5 ഇയർ ക്യൂമുലേറ്റീവ് CFO ടു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 132% അപ്പൊ ഇതിവിടെ സൂചിപ്പിക്കുന്ന സ്ട്രോങ് ക്യാഷ് റിയലൈസേഷൻ ആണ്. ഇനി നമുക്ക് കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. അപ്പൊ കമ്പനിക്ക് ഒരു കറക്റ്റ് 5 ഇയർ സ്ട്രാറ്റജി ഉണ്ട്. അപ്പൊ അതിൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2030 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും $2 ബില്യൺ റവന്യൂ ഉള്ള ഒരു കമ്പനിയായിട്ട് മാറണമെന്നാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം 2030 ഫൈനാൻഷ്യൽ വരെ എല്ലാ വർഷവും സെയിൽസ് ഏകദേശം 25% ഇവിടെ വളരണമെന്നാണ്. ഇപ്പൊ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിൽ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ഗൈഡൻസ് ഇവിടെ ട്രാക്ക് ചെയ്യണം. കമ്പനിക്ക് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് 6.3 മെഗാവാട്ടിന്റെ വലിയൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ടോട്ടൽ വാല്യൂ 798 കോടിയാണ്. അപ്പൊ ഇതിന്റെ എക്സിക്യൂഷൻ അടുത്ത 2 വർഷത്തിലായിട്ട് നടക്കും. ഇനി ഇവരുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമ്മളിവിടെ അറിയണം. അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ റിസ്ക് വരുന്നത് ഗ്ലോബലി ഡീസൽ എന്നുള്ള മാറ്റമാണ്. ഇപ്പൊ കൊമേഴ്ഷ്യൽ സോളാർ കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്നതുകൊണ്ട് തന്നെ അടുത്തൊരു 10 വർഷത്തിൽ ഡീസൽ ജനറേറ്റർ ഡിമാൻഡ് ഇവിടെ നാച്ചുറലി കുറയും. ഇപ്പൊ എഞ്ചിൻ സെയിൽസ് മോസ്റ്റ്ലി ബ്രോഡർ എക്കോണമി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടായാൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിംഗ് ഇവിടെ പോസ് ആയാൽ കമ്പനിയുടെ B2B ഓർഡറിനെ അത് വേഗത്തിൽ ഇവിടെ ബാധിക്കാം. റോ മെറ്റീരിയൽ കോസ്റ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിന്റെ ഏകദേശം 65 മുതൽ 66% ഇവിടെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ വോളറ്റിലിറ്റി കാരണം ഇത് കമ്പനിയുടെ പ്രോഫിറ്റബിളിൽ വലിയ പ്രഷർ ഇവിടെ ഉണ്ടാക്കാം. ഇനി ഇന്നത്തെ നമ്മുടെ തേർഡ് കമ്പനി വരുന്നത് ബ്ലിസ് GVS ഫാർമയാണ്. ഇപ്പൊ 2011 മുതൽ 2015 ഇടയ്ക്ക് കമ്പനിയുടെ സ്റ്റോക്ക് ഏകദേശം 5 ഇരട്ടി കയറി. അതിൽ 2015 ഒക്ടോബറിൽ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു കറക്ഷൻ കണ്ടു. അതുപോലെ ഒരു ബേസ് ഫോർമേഷന് ശേഷം സ്റ്റോക്ക് ഡിസംബർ 2017 അതുപോലെ ജാനുവരി 2021 സെയിം ഹൈ വീണ്ടും റീടെസ്റ്റ് ചെയ്തു. എന്നാൽ സ്റ്റോക്ക് ഒരു ഡിസിസീവ് ബ്രേക്ക്ഔട്ട് നൽകാൻ വേണ്ടി പരാജയപ്പെട്ടു. ഇപ്പൊ ഓൾമോസ്റ്റ് 10 വർഷം കഴിഞ്ഞ് സ്റ്റോക്ക് വീണ്ടും ആ പ്രീവിയസ് ഓൾ ടൈം ഹൈയുടെ അടുത്ത് സ്ട്രോങ് വോളിയത്തോടെ ട്രേഡ് ചെയ്യുകയാണ്. അപ്പൊ ബ്രേക്ക്ഔട്ട് കൺഫേം ആവുന്ന മാർച്ച് മന്ത്ലി ക്യാൻഡിൽ ക്ലോസ് ആയ മാത്രമാണ്. പക്ഷെ ട്രെൻഡ് 166 താഴെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ റിവേഴ്സ് ആകും. ഇനി നമുക്ക് ഇവരുടെ ബിസിനസ് മോഡൽ എന്താണെന്ന് കൂടിയുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പം നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരു കുട്ടിക്ക് മലേറിയ വന്നിട്ട് ബുദ്ധിമുട്ടുമാണ്. പക്ഷെ കൊച്ചിന് വോമിറ്റിംഗ് കാരണം മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു കേസിൽ നമുക്ക് എങ്ങനെ മെഡിസിൻ ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പൊ ഇവിടെയാണ് ബ്ലിസ് GVS ഫാർമ വരുന്നത്. അപ്പൊ പല വലിയ ഫാർമ കമ്പനികളും ഈ ഒരു നീഷ് പ്രോബ്ലം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ബ്ലിസ് GVS സ്പെഷ്യലൈസ് സപ്പോസിറ്ററീസ് അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് ശ്രദ്ധിച്ചു. അപ്പം ഈ ഒരു മരുന്ന് നമ്മൾ വിഴുങ്ങുമല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, വൊമിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികൾക്ക് ഇതൊരു ലൈഫ് സേവർ ആണ്. കമ്പനി ഇന്ത്യയിലെ ഫസ്റ്റ് EU GMP സർട്ടിഫൈഡ് മാനുഫാക്ചർ ആണ്. അപ്പൊ കമ്പനി 60 രാജ്യങ്ങളിലേക്ക് മെഡിസിൻസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഏകദേശം റവന്യൂന്റെ 93% വരുന്നത്. അപ്പൊ ഇതില് സബ് സഹാരൻ ആഫ്രിക്കയാണ് ഡോമിനന്റ് റീജിയൻ വരുന്നത്. അപ്പൊ ഈ റീജിയനിൽ മലേറിയ മറ്റുള്ള രോഗങ്ങളൊക്കെ കോമൺ ആണ്. അപ്പൊ ആഫ്രിക്കയില് അവരുടെ ആന്റി മലേറിയൽ ബ്രാൻഡ് ലോണാർഡ് അറിയപ്പെടുന്ന ഒന്നാണ്. ഇപ്പം നമ്മൾ അവരുടെ സപ്ലൈ ചെയിൻ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആദ്യം അവർ റോ മെറ്റീരിയൽ സോഴ്സ് ചെയ്യും.
അതായത് ചൈനയിൽ നിന്ന് APIs. അതിനുശേഷം മാനുഫാക്ചറിങ് ഇന്ത്യയിലാണ് സംഭവിക്കുന്നത്. അതിനുശേഷം ആഫ്രിക്കയിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്യും. അതുപോലെ ഫൈനലി ക്യാഷ് ഇന്ത്യയിലേക്ക് ഇവിടെ വരും. ഇനി നമുക്ക് നമ്പേഴ്സ് നോക്കാം. അപ്പൊ സെയിൽസ് ട്രെൻഡ് നമ്മൾ നോക്കിയാൽ 2014 മുതൽ 2019 ഫൈനാൻഷ്യൽ വരെ കമ്പനി കൺസിസ്റ്റന്റ് ഗ്രോത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ 2019 ഫൈനാൻഷ്യല് റവന്യൂ 899 കോടിയിലെത്തി. അതിനുശേഷം 2020 മുതൽ 2021 ഫൈനാൻഷ്യല് വലിയൊരു ഡിക്ലൈൻ ഉണ്ടായി. അപ്പൊ മെയിൻ റീസൺ കെനിയ ക്ലിനിക് ബിസിനസ് ആയിരുന്നു. 2018 ആഫ്രിക്കയിലെ പൊളിറ്റിക്കൽ ടേമോയില് റെഗുലേറ്ററി റിസ്ക് കൂടി. അതിനുശേഷം മാനേജ്മെന്റ് ഇവിടെ ക്ലിനിക് ബിസിനസ് വിട്ടു. അപ്പൊ ഇതിനുശേഷം കോവിഡ് സപ്ലൈ ചെയിൻ ഇവിടെ ചേഞ്ച് ചെയ്തു. അപ്പൊ ഇത് റിക്കവറി സ്ലോ ആക്കി. അപ്പൊ ഈ അടുത്ത വർഷത്തിൽ സെയിൽസ് വീണ്ടും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തുടങ്ങി. എന്നാൽ സ്റ്റിൽ 2019 ഫൈനാൻഷ്യൽ പീക്ക് ലെവലായ 899 കോടി ക്രോസ് ചെയ്തിട്ടില്ല. അപ്പൊ മാർജിൻ ഇവിടെ പ്രഷറിലായി. മുമ്പ് എബിറ്റ മാർജിൻ 25% മേലെയായിരുന്നു. അതിപ്പോ 16 മുതൽ 20% വന്നു. അപ്പൊ ഇതിന് കാരണം കോവിഡിന് ശേഷം AP അതുപോലെ ഫ്രൈറ്റ് കോസ്റ്റ് കൂടിയതാണ്. അപ്പൊ ഇതിന്റെ ഒപ്പം ആഫ്രിക്കൻ കറൻസിന്റെ ഡിപ്രീസിയേഷനും. അപ്പം ബാലൻസ് ഷീറ്റിലും ഈ ഒരു ഇമ്പാക്ട് നമുക്ക് ക്ലിയർലി വിസിബിൾ ആണ്. 2018 ഫൈനാൻഷ്യല് ക്ലിനിക് ബിസിനസ് എക്സിറ്റ് ചെയ്തോടെ ഫിക്സഡ് അസറ്റ് 305 കോടിയിൽ നിന്ന് 143 കോടിയിലേക്ക് ഇടിഞ്ഞു. എന്നാൽ 2022 മുതൽ 25 ഫൈനാൻഷ്യറിന്റെ ഇടയ്ക്ക് ഫിക്സഡ് അസറ്റ് 406 കോടിയിലേക്ക് വീണ്ടും കൂടി. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് കമ്പനി പുതിയ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്നുള്ളത് നോക്കാം. അതാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ. ഇപ്പൊ ഡെറ്റേഴ്സ് ഡേ 200 ദിവസമാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം മെഡിസിൻസ് വിറ്റതിന് ശേഷം പേയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് 6-7 മാസം ഇവിടെ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ്. അപ്പൊ ഇതാണ് ഇവർ ROC ഇടാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ക്യാഷ് ആഫ്രിക്കയിൽ ഇവിടെ സ്റ്റക്ക് ആവുന്നുണ്ട്. ഇനി ഇവിടുത്തെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ സ്റ്റിൽ പോസിറ്റീവ് ആണ്. കാരണം ബിസിനസ് പഴയതാണ്. അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലെ കളക്ഷൻ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ലോയിൽ ചേഞ്ച് വരുവാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എക്കണോമിക് ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ക്യാഷ് സൈക്കിളിൽ അത് പ്രഷർ വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇത് ഇവിടെ ക്ലോസ് ആയിട്ട് ഇവിടെ മോണിറ്റർ ചെയ്യണം. അപ്പൊ ഇവർ Q3 FY26 റിസൾട്ട്സ് നോക്കുമ്പോൾ സെയിൽസ് 218 കോടിയിൽ എത്തി നിൽക്കുന്നുണ്ട്. ഇയർ ഓവർ ഇയർ 3.8% ഗ്രോത്തോടെ. അപ്പൊ ഈ ഒരു ക്വാർട്ടറിൽ ടാക്സ് ലയബിലിറ്റി കൂടുതലായതുകൊണ്ട് നെറ്റ് മാർജിൻ കുറച്ച് പ്രഷറിലാണ്. ഇനി നമുക്ക് കമ്പനിയുടെ പുതിയ പ്ലാൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ബ്ലിസ് GVS ഫാർമ ലിമിറ്റഡിന്റെ ആഫ്രിക്കയുള്ള മാർക്കറ്റ് കൂടുതൽ സാച്ചുറേറ്റഡ് ആയിട്ട് കഴിഞ്ഞു. അപ്പം ഇത് അവരുടെ സ്ലോ ഗ്രോത്തിലും കാണാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഗ്രോത്ത് തിരിച്ചു പിടിക്കാനായിട്ട് മാനേജ്മെന്റ് ഒരു ക്ലിയർ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ കാര്യം കമ്പനിയുടെ ഫോക്കസ് വേറെ റീജിയനിലേക്ക് മാറ്റുന്നതാണ്. അതായത് ആഫ്രിക്കയുടെ ഹൈ റിസ്ക് 200-day പേയ്മെന്റ് സൈക്കിളിൽ നിന്ന് മാറി കമ്പനി അവരുടെ ഇന്ത്യ പ്ലാനിൽ നിന്ന് US FDA അപ്രൂവൽ നേടിയിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് അവർക്ക് USയും യൂറോപ്പ് പോലുള്ള ക്യാഷ് റിച്ച് മാർക്കറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കഴിയും. US FDA അപ്രൂവൽ പോസിറ്റീവ് ആണ്. എന്ന സ്ട്രിക്ട് റെഗുലേറ്ററി സൂപ്പർവിഷനോടെയാണ് ഇത് വരുന്നത്. ഈവൻ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും ലൈസൻസ് ഇവിടെ റിസ്കിലാവാം. ഇപ്പൊ ഇവിടെ ഒരു കാര്യം ഇൻവെസ്റ്റേഴ്സിന് മൈൻഡിൽ വേണം. ഇവിടെ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നിലവിൽ ഏകദേശം 2200 കോടിയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം റിലേറ്റീവ് സൈസ് ചെറുതാണെന്നുള്ള കാര്യമാണ്. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ കോർപ്പറേറ്റ് ഗവർണൻസ് അനാലിസിസ് അതുപോലെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഇവിടെ ഒഴിവാക്കരുത്. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ 3 മൾട്ടി ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് വരുന്നത്. പിന്നെ നമ്മൾ ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് അതുപോലെ ഫണ്ടമെന്റൽസ് നോക്കി. ഇപ്പൊ ഇവിടുത്തെ കൺക്ലൂഷൻ ഇതാണ്. ഡേറ്റ പാറ്റേൺസ് അതുപോലെ കിർലോസ്കർ ഓയിലിന്റെ ഫണ്ടമെന്റൽസ് അവരുടെ നിലവിൽ ബ്രേക്ക്ഔട്ട് ആയിട്ട് ഒത്തുപോകുന്നുണ്ട്. എന്നാൽ ബ്ലിസ് GVS ഫാർമയുടെ മൊമെന്റവും ഫണ്ടമെന്റൽസ് ഒത്തുപോകുന്നതായിട്ട് നമുക്ക് ഇവിടെ തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സോ ഇന്നത്തെ സ്റ്റോക്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.